വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എറണാകുളം, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ നടന്ന LGS പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റെനിൽ വിക്രംസിൻഹ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന്റെ തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റാണ്. ഉത്തരം റെനിൽ വിക്രംസിൻഹ. അടുത്ത ചോദ്യം: ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ഉത്തരം മെയ് 25. ലോക ഫുട്ബോൾ ദിനം എന്നാണ്. ഉത്തരം മെയ് 25. മൂന്നാമത്തെ ചോദ്യം: 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? ഉത്തരം പ്രതിഭ റായ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? ഉത്തരം പ്രതിഭ റായ്. നാലാമത്തെ ചോദ്യം: കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? ഉത്തരം സജി ചെറിയാൻ. കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? ഉത്തരം സജി ചെറിയാൻ. അഞ്ചാമത്തെ ചോദ്യം: പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് നടന്നത്? ഉത്തരം എറണാകുളം. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ നടന്നു? ഉത്തരം എറണാകുളം. ആറാമത്തെ ചോദ്യം: കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ? ഉത്തരം കതിർ ആപ്പ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ? ഉത്തരം കതിർ ആപ്പ്. ഏഴാമത്തെ ചോദ്യം: ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഉത്തരം രാജീവ് രഞ്ജൻ സിംഗ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഉത്തരം രാജീവ് രഞ്ജൻ സിംഗ്. എട്ടാമത്തെ ചോദ്യം: പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം? ഉത്തരം 89.45 മീറ്റർ. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം? ഉത്തരം 89.45 മീറ്റർ. ഒമ്പതാമത്തെ ചോദ്യം: യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക പ്രകാരം 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 134. യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134. പത്താമത്തെ ചോദ്യം: ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ ചലച്ചിത്രം? ഉത്തരം 800. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം? ഉത്തരം 800. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ചോദ്യം: 11ാമത്തെ ചോദ്യം: ചന്ദ്രന്റെ ദക്ഷിണ രൂപത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത്? ഉത്തരം ചന്ദ്രയാൻ 3. ചന്ദ്രന്റെ ദക്ഷിണ രൂപത്തിൽ ഇറങ്ങിയ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം? ഉത്തരം ചന്ദ്രയാൻ 3. 12ാമത്തെ ചോദ്യം: നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു? ഉത്തരം വൈറസ്. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? ഉത്തരം വൈറസ്. 13ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്? ഉത്തരം ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്? ഉത്തരം ഇന്ദ്ര. 14ാമത്തെ ചോദ്യം: 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഉത്തരം COVID-19. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഉത്തരം COVID-19. 15ാമത്തെ ക്വസ്റ്റ്യൻ: 2024 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം? ഉത്തരം ബ്രസീൽ. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം? ഉത്തരം ബ്രസീൽ. 16ാമത്തെ ചോദ്യം:
ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം അമൃതം ആരോഗ്യം. 17ാമത്തെ ചോദ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. ഉത്തരം ഹർമൻ പ്രീത് സിംഗ്. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. ഉത്തരം ഹർമൻ പ്രീത് സിംഗ്. അടുത്ത ചോദ്യം. 18ാമത്തെ ചോദ്യം. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് അർഹമായ മികച്ച ചിത്രം. ഉത്തരം ആട്ടം. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. ഉത്തരം ആട്ടം. 19ാമത്തെ ചോദ്യം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? ഉത്തരം മലിനജലം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? ഉത്തരം മലിനജലം. 20ാമത്തെ ചോദ്യം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഉത്തരം എസ് സോമനാഥ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.